നമസ്കാരം, ശിശുദിന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രേവതി. ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനം. കുട്ടികളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവും പുലർത്തിയിരുന്ന ചാച്ച നെഹ്റുവിന്റെ 125ാം ജന്മദിനമാണ് ഇന്ന്. बच्चे करें तो अच्छा, बच्चे नहीं करें तो निकम्मा है. നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ഇന്ന് അദ്ദേഹത്തിന് 125ാം ജന്മദിനം. കുട്ടികളോട് നെഹ്റു പ്രകടിപ്പിച്ചിരുന്ന സ്നേഹവും വാത്സല്യവും അദ്ദേഹത്തിന് ചാച്ചാ നെഹ്റു എന്ന പേര് നേടിക്കൊടുത്തു. നെഹ്റുവിനോടുള്ള ആദരസൂചകമായാണ് എല്ലാ നവംബർ 14 ശിശുദിനമായി രാജ്യമെങ്ങും ആഘോഷിക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണ് ശിശുദിനം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അനാഥ ബാല്യങ്ങളെ തൊട്ടുണർത്തുന്ന ഓലപ്പിപ്പി എന്ന സംഗീത ആൽബം യൂട്യൂബിൽ വൈറലാകുന്നു. ലാൽജി കാട്ടിപ്പറമ്പിലാണ് ആൽബത്തിന്റെ ആവിഷ്കാരം നിർവഹിച്ചിരിക്കുന്നത്. ബാല്യത്തിന്റെ പൂമണ്ണം പാട്ട് പങ്കുവയ്ക്കുന്നു. ഒപ്പം ഒറ്റപ്പെടലിന്റെയും അനാഥബോധത്തിന്റെയും കണ്ണീരും തടിയൻസ് അവതരിപ്പിക്കുന്ന ആൽബം പങ്കുവയ്ക്കുന്നുണ്ട്. പ്രശസ്ത പിന്നണി ഗായിക നിമ്യാലാലും ആൽമ അശോകുമാണ് ഓലപ്പിപ്പിയുടെ ആലാപനം. മാസ്റ്റർ ഡോൺ ജോർജ്, ചെല്ലമ്മ ശ്രീധരൻ എന്നിവരാണ് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പിൻവഴിയിലെപ്പോഴോ നഷ്ടപ്പെട്ടുപോയ ബാല്യത്തിനാണ് ലാജി കാട്ടിപ്പറമ്പിൽ തന്റെ ആൽബം സമർപ്പിക്കുന്നത്. ഓലപ്പിപ്പി യൂട്യൂബിൽ ഇപ്പോൾ വൈറലാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. പച്ചക്കറി കൃഷിക്ക് പേരുകേട്ട നാടാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത്. കഞ്ഞിക്കുഴിയിലെ സർവീസ് സഹകരണ ബാങ്കിന്റെ ബാലമിത്ര എന്ന പദ്ധതിയും ജനശ്രദ്ധ നേടുകയാണിപ്പോൾ. നവജാത ശിശുവിന് 28 കെട്ടുന്ന ദിവസം കുട്ടിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കും. അതാണ് ബാലമിത്ര. ഇത് കോതമംഗലത്ത് വീട്ടിൽ സതീഷ് മഞ്ജു ദമ്പതികളുടെ മകളുടെ പേരിടൽ ചടങ്ങ്. ബന്ധുക്കളും ക്ഷണിക്കപ്പെട്ട അതിഥികളുമെല്ലാം വീട്ടിലുണ്ട്. പെട്ടെന്ന് ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് വരുന്നു. എല്ലാവരും പരിചയക്കാർ, മിക്കവരും രാഷ്ട്രീയ പ്രവർത്തകരും. എന്നാൽ ഇവർ വല്ല പിരിവിനോ പാർട്ടി ക്യാമ്പയിനോ ആണ് വന്നതെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റും. ഇവർ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രതിനിധികളാണിവർ. ബാലമിത്ര പദ്ധതിയുടെ ഭാഗമായി നവജാത ശിശുവിന് അക്കൗണ്ട് ആരംഭിക്കാൻ വേണ്ടിയാണ് ഇവരുടെ വരവ്. പേരിടൽ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി പാസ്ബുക്ക് നൽകും. പേരിടൽ ദിവസവും പിന്നീടുള്ള വിശേഷാവസരങ്ങളിലും കുട്ടിക്ക് കിട്ടുന്ന സമ്മാനങ്ങളിൽ പണമായുള്ളത് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. തീർച്ചയായും പേരിടൽ ചടങ്ങിന് മാത്രമല്ല, തുടർന്ന് അവൻ്റെ ഓരോ വിശേഷ ദിവസങ്ങളിലും അവൻ്റെ ബന്ധുക്കൾക്ക്, അവൻ്റെ രക്ഷകർത്താക്കൾക്ക് ഈ കുഞ്ഞിൻ്റെ ഭാവിയെ കരുതി പണം നിക്ഷേപിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ബാലമിത്രയുടെ പ്രത്യേകതയായി ഞങ്ങൾ കാണുന്നത്. ബാങ്കിലെ അംഗങ്ങളുടെ മക്കൾക്ക് മാത്രമേ ഇപ്പോൾ ബാലമിത്രയുടെ ആനുകൂല്യം ലഭിക്കൂ. ബാലമിത്രയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ. ശിശുദിന വാർത്തകൾ കഴിഞ്ഞു. ഇനി മറ്റു വാർത്തകളിലേക്ക്.